ഇപ്പൊ ബിനാലെ ചെയ്യാൻ വേണ്ടി വന്നാളേ. ഇപ്പൊ ഇവിടെ ചെയ്യാൻ വേണ്ടി വന്നിട്ട് എത്ര ആളായി? എത്ര ദിവസം കൊണ്ടാണ് ചെയ്തത്? ഇത് 2 ആഴ്ച ആയിട്ടുള്ളൂ മൊത്തത്തിൽ. ഇതെന്താ സംഭവം? എന്താണ് ഈ സംഭവം? എന്താ ഇത്? ശരിക്കും സമൃദ്ധി നടത്തുന്ന ഒരു കഫേയാണ്. ബിനാലയുടെ പാർട്ടായിട്ട് സമൃദ്ധി നടത്തുന്ന ഒരു കഫേയാണ്. നമ്മൾ ചെയ്തിരിക്കുന്ന ഫുള്ള് ഈ റീസൈക്കിൾ പ്ലാസ്റ്റിക്കും മണ്ണും മിക്സ് ചെയ്ത് ഫുള്ളി റീസൈക്കിളബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഫുൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓടും അത്, ഈ സ്ട്രക്ചറും അതെ. അപ്പോൾ ഈ മെറ്റീരിയൽ നമ്മൾ ടെമ്പററി ആയിട്ടുള്ള സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ഇത് യൂസ് കഴിഞ്ഞിട്ട് നമുക്കിത് റിമൂവ് ചെയ്തിട്ട് അതിന് തൊട്ട് തന്നെ വേറൊരു സ്ട്രക്ചർ ഈ മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് വേറെ ഉപയോഗിക്കാം, ഒന്നും ചീത്തായി പോകുന്നില്ല. ഇത് എത്ര ദിവസമായെന്ന് പറഞ്ഞത്? ഇത് പണി തുടങ്ങി ഇപ്പൊ കഴിഞ്ഞിട്ട് 2 ആഴ്ച ആവുന്നുള്ളൂ. കഴിഞ്ഞിട്ട് 2 ആഴ്ച, അല്ലെങ്കിൽ തുടങ്ങിയിട്ട് 2 ആഴ്ച? തുടങ്ങിയിട്ട് 2 ആഴ്ച. എത്ര പേര് ചെയ്തിട്ടുണ്ടാവും ഈ വർക്ക്? ഇത് 2 പേര് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മള് കുറച്ച് വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു, നമ്മളെല്ലാവരും കൂടെ ചെയ്തത്. 2 പേരാണ് ഇവരുടെ സൈഡിൽ നിന്ന് പണിക്ക് ആവശ്യമായിട്ടാണ്. ഈ കട്ടക്കൊക്കെ ഇതേ കളറാണ് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് ഡിസൈൻ ചെയ്യണം? കളർ ഈ കളർ തന്നെയാണ്. ഈ കളറിലാണ് വന്നത്. അപ്പൊ ഇത് എന്താണ്? ഇത് അയൽക്കൂട്ടത്തിന്റെ എന്താ സംഭവം? ഇത് ഓറിയോൺ പോളിമേഴ്സ് എന്ന് പറഞ്ഞ് ഒരു കമ്പനി കോഴിക്കോട് ഉണ്ടാക്കുന്ന കമ്പനിയുടെ മെറ്റീരിയൽ ആണ്. അവർ ഈ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്തിട്ട് അതിൽ നിന്ന് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഓ, പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ്. ഓ, അപ്പൊ സംഭവം അടിപൊളിയാണ്. അപ്പൊ അത് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആവശ്യക്കാർക്ക് വേണ്ടി ഇത് ചെയ്ത് കൊടുക്കും. എങ്ങനെയാണ് ഇതിന്റെ പരിപാടി? അവർക്ക് ഓർഡർ കൊടുത്താൽ മതി, അവർ അതനുസരിച്ച് ഡെലിവറി ചെയ്യും. ഓ, അപ്പൊ നമ്മൾ കൊടുക്കുന്ന, നമ്മൾ പറയുന്ന ഏത് മോഡലിൽ ഈ സാധനം വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കും അതാണ് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ അവർ അതിന്റെ കാറ്റലോഗിലെ ബ്രിക്സ് വരുന്നത് ഈ ഇങ്ങനെ തന്നെയാണ്. ബ്രിക്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയുള്ള ഇപ്പൊ റിസോർട്ട് പ്രൊജക്ട് ഉണ്ട്, വീടുകൾ പണിയാം, അങ്ങനെ എന്തും. ഇൻഡസ്ട്രി കപ്പാസിറ്റി സ്ട്രോങ് അല്ലെങ്കിൽ എത്ര വർഷത്തെ? ബ്രിക്സിലും സ്ട്രോങ്ങർ ആണ് ഇത്. പിന്നെ ഹീറ്റ് കുറവാണ്, ഉള്ളില് തണുപ്പായിരിക്കും. മുമ്പ് ഭിത്തിക്ക് വരെ മരം ഉപയോഗിക്കുന്ന ഒരു ഫീലിംഗ് അതാണ് ഉദ്ദേശിക്കുന്നത്? ആ ഒരു കൂളിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്? പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ഒരു ഉപയോഗം നമ്മളിപ്പോ ഭയങ്കരമായിട്ട് വേസ്റ്റ് വരുന്നുണ്ടല്ലോ, പ്ലാസ്റ്റിക് വേസ്റ്റ്. ആ പ്ലാസ്റ്റിക് വേസ്റ്റും റീസൈക്കിൾ ചെയ്യാൻ. അപ്പൊ ഇത് പ്ലാസ്റ്റിക് നിങ്ങൾ എവിടെ നിന്നാണ് ഇത് കളക്ട് ചെയ്യണത്? ക്വാണ്ടിറ്റി ആയിട്ട് ഇത്ര സാധനം ക്വാണ്ടിറ്റി ആയിട്ട്? അവരുടെ ഫാക്ടറിയിൽ നിന്നാണ്. നമ്മൾ ഫാക്ടറിയുടെ സൈഡിൽ നിന്നല്ല, ഞാൻ ബിനാലയുടെ സൈഡിൽ നിന്ന് വന്നേക്കുന്നത്. ഫാക്ടറിയിൽ നിന്ന് അവര് വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് മണ്ണും വേസ്റ്റ് ആയിട്ടുള്ള മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് മെറ്റീരിയൽ ഉണ്ടാക്കുന്നത്. ഓ, വേസ്റ്റ് ആയിട്ടുള്ള മണ്ണും ഈ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്തതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ സംഭവം മെറ്റീരിയൽസ് ഉണ്ടാക്കണം അല്ലേ? അപ്പൊ ഇതിന്റെ വലിപ്പം ഇതുണ്ടാവും അല്ലെങ്കിൽ ഇതിന്റെ അധികം? ഒരു കട്ട വരുന്നത് ഈ ഒരു കട്ടയാണ്. ഇതിന്റെ മേളിലാണ് നമ്മൾ ബാക്കി ഇങ്ങനെ അസംബിൾ ചെയ്ത് പോകുന്നത്. ഓ, ഇതൊരു ലോക്ക് സിസ്റ്റം ആണല്ലേ? ഇതൊരു ലോക്ക് സിസ്റ്റത്തിലാണ് ഈ സാധനം ചെയ്തേക്കുന്നത്. അപ്പോൾ ഓരോന്നോരോന്ന് പൊക്കി വെച്ചാൽ മതി. ഇപ്പൊ അത് പൊക്കി എടുക്കാനുള്ള സംഭവം ഉണ്ടോ? ലോക്ക്. ആ, ഓക്കെ. നല്ല സീലിംഗ് ആയിരിക്കും ഇതല്ലേ? അതൊന്ന് തിരിച്ച് അതിന്റെ ഇപ്പുറത്തെ ഇങ്ങനെ ഇരിക്കും അല്ലേ? പ്രത്യേകത എന്താണ് ഇതിന്റെ? ഈ റൂഫും നമ്മൾ ഈ സെയിം തന്നെ റീസൈക്കിൾ പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഓടിന്റെ ഡിസൈൻസ് ഓട് ഫുൾ കംപ്ലീറ്റ്ലി. ഓക്കെ, അപ്പൊ ഇത് മാസമേ നമുക്ക് പൈപ്പ് കയറിയിട്ടുള്ളൂ അല്ലേ? നമ്മൾ ഈ ഓട് എന്നിട്ട് സ്ക്രൂ ചെയ്യാണ് ഈ പെർലിലേക്ക്, പൈപ്പിലേക്ക് സ്ക്രൂ ചെയ്യാണ്. അത് സാധാരണയിലും 50% ഹീറ്റ് കുറവായിരിക്കും ഉള്ളിലേക്ക്. അപ്പൊ ഇതിന്റെ ഗ്യാരണ്ടി എങ്ങനെയാണ്? ഇതും ലാസ്റ്റ് ചെയ്യും ഒരുപാട്? ഓക്കെ. അപ്പൊ ഇത് എത്ര നാൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാനുള്ള പരിപാടി ഉണ്ട് ഇവിടെ? പിന്നാലെ തീരുന്നവരെ മാർച്ച് 31 വരെ എന്തായാലും ഇവിടെ ഉണ്ടാവും അല്ലേ? അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇനി ക്യാൻറ്റീൻ സെറ്റ് ചെയ്യണം. ഇത് ക്യാൻറ്റീൻ അല്ലേ സെറ്റ് ചെയ്തേക്കണം? സമൃദ്ധിയുടെ ആൾക്കാരാണ് ക്യാൻറ്റീൻ നടത്തുന്നത്. ഇതിനകത്ത് സെറ്റ് സീറ്റ്സ് സൗകര്യങ്ങൾ വരും, ഭക്ഷണം ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങൾ വരും, ചായ അതിനുള്ള സെറ്റപ്പ് എല്ലാം വരും, സ്നാക്സ് കംപ്ലീറ്റ് വരും. ഓക്കെ, അപ്പൊ എത്ര നല്ലൊരു. ഇയാൾ പേരുന്ന? ഋതു ആർക്കിടെക്ട് അല്ലേ? ആർക്കിടെക്ട് എത്ര നാളായി? ആർക്കിടെക്ട് ഈ വർഷം പഠിച്ചിറങ്ങിയിട്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഓക്കെ, ബെസ്റ്റ് ഓഫിലേക്ക്. ഞങ്ങളുടെ ഇപ്പൊ എവിടെ നിന്ന് പറഞ്ഞ നാട്? നമ്മുടെ നാട്ടുകാർക്ക് തന്നെ എടപ്പള്ളിന്ന് കൊച്ചിയിലോട്ട് അധികം ദൂരമില്ലെങ്കിലും നാട്ടിലേക്ക്, ഞങ്ങളുടെ കൊച്ചിയിലേക്ക് വന്നതിന് പ്രത്യേക സ്വാഗതം. ഇത്ര നല്ലൊരു അഭിമുഖം തന്നതിന് സ്വാഗതം. ഇതിന്റെ തുടർന്നുള്ള കാര്യങ്ങൾ ഇനി പിന്നാലെ കാര്യങ്ങളിലൂടെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ.